പക്ഷേ ഈ ട്രോഫി ചലഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. 3 പ്രാവശ്യം 3 മാസങ്ങളിൽ കണ്ടിന്യൂസ് അത് ഏത് ടീമാണോ അത് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിൻ ചെയ്യുന്നത് ഹാട്രിക് എന്ന് പറയും. അങ്ങനെ ഹാട്രിക് വിജയം നേടുന്നവർക്ക് ആ ടീം ലീഡർക്കടക്കം ഇൻക്ലൂഡിങ് അവരുടെ ടീം മെമ്പേഴ്സിന് 10 പേർക്ക് 10 മെമ്പേഴ്സിന് 2 days ഗോവ അവിടെ എത്തേണ്ട കാര്യമേ ഉള്ളൂ. ഫ്ലൈറ്റിനോ ട്രെയിനിനോ എങ്ങനെ വേണമെങ്കിലും അവിടെ എത്താം. എത്തിക്കഴിഞ്ഞാൽ 2 days അക്കോമഡേഷൻ അടക്കം ഫുഡ് അടക്കം സൈറ്റ് സീയിങ് അടക്കം അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. അങ്ങനെ കമ്പനിയിൽ ഒരുപാട് പേര് മാറി 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 ട്രോഫികൾ ഇങ്ങനെ പന്താടും പോലെ കൊണ്ടുപോയെങ്കിലും എനിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരിക്കലും. ഡിസംബറിൽ അതുവരെ എനിക്ക് തോന്നുന്നു ഡിയുടെ ടീം നെയിം ഏതാ UBT അല്ലെ? യൂണിവേഴ്സൽ ടീം. അങ്ങനെ ഫുൾ ഫോം എങ്ങനെ? യൂണിവേഴ്സൽ ബിസിനസ് ടീം UBT ഡിസംബറിൽ DD ട്രോഫി ഫസ്റ്റ് ആദ്യത്തെ എല്ലാ കട്ട് ഓഫ് കഴിയുമ്പോഴും റാങ്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആ കട്ട് ഓഫിൽ തന്നെ DD 1 വന്നു. അത് കഴിഞ്ഞ് പിന്നെ DD ഇങ്ങനെ ഒരു പ്രാവശ്യം മറ്റേ കയറി ഇറങ്ങിയൊക്കെ നിന്നു. തൊട്ട് പുറകിൽ ഓക്സിജൻ ഉണ്ട്, അതിന്റെ പുറകിൽ നെക്സസ് ഉണ്ട്. എല്ലാവരും 10-11 ശക്തമായ ഗ്രൂപ്പുകളുടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ വള്ളംകളിയൊക്കെ പോലെ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിലെ ആനകളുടെ കുടമാറ്റമൊക്കെ പോലെ വളരെ ഗംഭീരമായിട്ടുള്ള മത്സരമാണ്. എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം അതിന്റെ തലേ മാസം അതിന്റെ മുമ്പത്തെ മാസമൊക്കെ എന്ന് പറയുന്നത് DD ഒക്കെ 5 റാങ്കിൽ 5 10-11 ടീമിൽ 5 താഴെ 7 8 9 ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പൊ ഒരു ഡിസംബർ 20 കഴിഞ്ഞപ്പോ എന്നോട് ബിഗ് ബൈ പറഞ്ഞു ഇതോടെ എന്തായാലും DD ട്രോഫി എടുക്കുമെന്ന് പറഞ്ഞു. DD അത് 2 കൽപ്പിച്ചെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും ദൈവാനുഗ്രഹിച്ച് DD ടീം UBT ട്രോഫി ഡിസംബറിൽ എടുത്തു. ജനുവരി ആദ്യം തന്നെ നല്ല ടൈറ്റിലാണ്, പിന്നെ ഇടക്കൊന്ന് പുറകോട്ട് പോയെങ്കിലും വീണ്ടും ജനുവരി കൂടി UBT ട്രോഫി അച്ചീവ് ചെയ്തു. ഫെബ്രുവരിയില് കാരണം 2 പ്രാവശ്യമായി ഒരെണ്ണം കൂടി അടിച്ചാൽ കിട്ടുമെന്നല്ല, ട്രോഫി സ്വന്തമാക്കാം. 10 പേർക്ക് DD അടക്കം 10 പേർക്ക് ഗോവ എൻജോയ് ചെയ്യുകയും ചെയ്യാം. ഫെബ്രുവരിയിൽ ഭയങ്കര മത്സരം നടക്കുകയാണ്. പലർക്കും പ്രതീക്ഷ, കാരണം DD ഒരിക്കലും അതിലേക്ക് വരുമെന്ന്. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഒരു സാധനം വേണമെന്ന് അദ്ദേഹം എഴുതി ആ ട്രോഫി എടുത്തതിന് ശേഷം അന്ന് രാത്രി എന്നെ വിളിച്ചു. വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. ഡിസംബറിൽ തന്നെ എനിക്ക് ഫോട്ടോ അയച്ച് ഞാൻ ഗ്രൂപ്പിൽ കിട്ടുന്ന തോന്നുന്നു, നിങ്ങൾ കണ്ടു കാണും. ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും ട്രോഫി അച്ചീവ് ചെയ്ത് ഗോവയ്ക്ക് ആളുടെ ടീം മെമ്പേഴ്സ് അടക്കം പോകുന്നതുമായിട്ടുള്ള വിഷൻ ബോർഡ് അന്നേ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് ശരിയല്ല DD അല്ലെ? ഫോട്ടോ എടുത്ത് വെച്ചു. ഡിസംബറിൽ ട്രോഫി എടുക്കുന്നത്, ജനുവരിയിൽ ട്രോഫി എടുക്കുന്നത്, ഫെബ്രുവരിയിൽ ട്രോഫി എടുക്കുന്നത്. കാരണം 3 അടിക്കുന്നത് പലരും 2 പിടിച്ചിട്ടുണ്ട്. ഏതൊരു ഫിലിമിൽ പറയും പോലെ അല്ല, കുട്ടിമാമ ഞെട്ടിമാമ എന്ന് പറയും പോലത്തെ അവസ്ഥയിലേക്ക് എത്തി എല്ലാവരും. അങ്ങനെ അത് സ്വന്തമാക്കി. അത് ഡിസംബർ ജനുവരി ഫെബ്രുവരി ആണെങ്കിൽ ഈ മാസം എന്ന് പറയുന്നത് മാർച്ചിലാണ്. ഏപ്രിൽ ഇപ്പോൾ ഇന്ന് 1 മാർച്ച് മാസത്തെ ട്രോഫി ചലഞ്ചില്